ഇപ്പോൾ മാഷെ പൊളിറ്റിക്കൽ ഫൈറ്റ് ആണെന്ന് പറയുമ്പോൾ ഇപ്പോൾ UDF സംബന്ധിച്ച് ഇന്ത്യ നിലനിൽക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പുകൾ തുടരാൻ വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് എന്നാണ് ബെന്നി ബെഹനാൻ MP പറഞ്ഞത്. താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായിരിക്കും? രണ്ടു കാരണങ്ങളാണെന്നാണ് ഞാൻ CPM ലൈനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഇതേ കാര്യം തന്നെയാണ് മാഷും പറയാൻ പോകുന്നത്, പ്ലസ് കേരളത്തിന് വേണ്ടിയുള്ള ശക്തമായ ശബ്ദമായി മാറും. ഇത് രണ്ടുമാണോ മാഷ് മുന്നോട്ട് വയ്ക്കുന്നത്? അതിൽ നേരത്തെ പറഞ്ഞ മാത്രമല്ല, ഒന്ന് ഈ സെക്യുലറിസം, മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം, മതനിരപേക്ഷത നിലനിർത്താൻ വേണ്ടി ലോക്സഭയിൽ ഉയർത്തുന്ന ശബ്ദം, അതിലാരാണ് എന്നും സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുക, അചഞ്ചലമായി നിലനിൽക്കുക എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതിൻ്റെ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ലെഫ്റ്റ് മാത്രമാണ്. ഒരുപാട് പൊളിറ്റിക്കൽ അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സംശയമില്ലാതെ ഉറച്ചു നിൽക്കുന്ന പ്രസ്ഥാനം ഇടതുപക്ഷം മാത്രം. മാഷൊരു മാഷായതുകൊണ്ട് മാഷ് ജയിച്ചു പോയെന്നിരിക്കട്ടെ, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായെന്നിരിക്കട്ടെ, ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്, അത് ഇഷ്ടമല്ലെന്നറിയാം എങ്കിൽ പോലും. അപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്നു, ഉച്ചഭക്ഷണത്തിന് ഒരു സർപ്രൈസ് കോൾ വരുന്നു, മാഷേ ഞാൻ എന്ന് ലഞ്ചിന് വിളിക്കുന്നുണ്ട് കേട്ടോ എന്ന് വിളിച്ച് നരേന്ദ്രമോദി അങ്ങേ ഉച്ചഭക്ഷണത്തിന് വേണ്ടി സൗഹൃദപരമായി ക്ഷണിക്കുന്നു, എന്തായിരിക്കും? അല്ല, തീർച്ചയായിട്ടും സൗഹൃദമൊക്കെ ഉണ്ടാവും, പക്ഷേ രാഷ്ട്രീയം ഒരിക്കലും സറണ്ടർ ചെയ്തുകൊണ്ട് ഒരു സൗഹൃദം ഉണ്ടാവില്ല. അതായത് വർഗീയതയ്ക്ക് സറണ്ടർ ചെയ്തുകൊണ്ട്, വർഗീയ ചിന്തയ്ക്ക് സറണ്ടർ ചെയ്തുകൊണ്ട്, ഫാസിസ്റ്റ് ചിന്തയ്ക്ക് സറണ്ടർ ചെയ്തുകൊണ്ട്, മതനിരപേക്ഷതയ്ക്ക് ലേശമെങ്കിലും മങ്ങലേറ്റിക്കൊണ്ട് ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു സംശയമില്ല. എത്ര പ്രലോഭനങ്ങളുണ്ടെങ്കിൽ ഒരു പ്രലോഭനത്തിലും വീഴില്ല. മതനിരപേക്ഷ ആര് വന്നാലും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, സെക്യുലറിസത്തിന് വേണ്ടി, ഭരണഘടനയ്ക്ക് വേണ്ടി ആരെന്തൊക്കെ ഏതൊക്കെ പ്രലോഭനം ഉണ്ടായാലും ഒരിക്കലും വഴങ്ങില്ല എന്നുള്ള. ഒന്ന് രണ്ട് പേഴ്സണൽ കാര്യം കൂടി, മാഷ് എത്ര കാലം കോളേജ് പഠിപ്പിച്ചത്? ഈ ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും, മാഷ് ഇപ്പോഴും സർവീസിലുണ്ടോ, സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തോ, മാഷിനെ മാഷെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? മാഷന്മാരെല്ലാവരും മാഷെന്നല്ലേ വിളിക്കുക, മാഷന്മാരെല്ലാം വിളിക്കുക. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടവും അത് തന്നെ. എത്ര വർഷം പഠിപ്പിച്ചിരുന്നു? 26 വർഷം. 26. പെൻഷൻ കിട്ടി? പെൻഷൻ 26 വർഷം കഴിഞ്ഞ് VRS എടുത്തു. അന്ന് 2006 കൊടകര MLA, ആദ്യം കൊടകര MLA ആയപ്പോൾ VRS എടുത്തു. വെരി നെക്സ്റ്റ് ഡേ. ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതാണോ അതോ ഈ തെറ്റയിൽ മാഷിനെ പോലെയുള്ള മാഷുമാരും ഉണ്ടല്ലോ നമ്മുടെ അടുത്ത്, അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രവർത്തകരെയും മുന്നണി പ്രവർത്തകരെയും ഒക്കെ പഠിപ്പിക്കുന്നതാണോ? രണ്ടും രണ്ടാണ്. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയമാണ്, ആ വിഷയത്തിനെ എങ്ങനെ സാമൂഹ്യവൽക്കരിക്കാം എന്ന് കൂടി ക്ലാസ്സിൽ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഇതല്ല, ഇത് വളരെ വിശാലമായ സിലബസ് ഉണ്ട്, മുഴുവൻ മൊത്തം നേച്ചർ തന്നെ സിലബസാണ്. അതാണ്. മറ്റത് ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസാ, ഇത് അനന്തമായ സിലബസാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് സോഴ്സ് കൂടുതലാണ്, എവിടെ നിന്ന് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ എടുത്ത് ആ വിഷയം എന്താണോ അത് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റും. മറ്റത് അങ്ങനെയല്ല, സിലബസ് എന്നുള്ള ഒരു രാഷ്ട്രീയവും രസതന്ത്രവും അതൊരു മാച്ച് പലപ്പോഴും അതൊരു ചേരാത്തതായിട്ട് തോന്നും. പക്ഷേ രാഷ്ട്രീയത്തിലെ രസതന്ത്രം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം. രസതന്ത്രം പഠിച്ചതുകൊണ്ടാണ് രാഷ്ട്രീയ രസതന്ത്രം കുറെ കൂടി വ്യക്തമാകുന്നത്. ഇപ്പോൾ ഒരു സുസ്ഥിര വികസന പദ്ധതി പുതുക്കാട് മണ്ഡലത്തിൽ നടത്തിയ അതിൽ കൃത്യമായ പൊളിറ്റിക്സിന്റെ കൃത്യമായ കെമിസ്ട്രി ഉണ്ട്. കെമിസ്ട്രി മീൻസ് ക്ലാസിക്കൽ കെമിസ്ട്രി അല്ല, കെമിസ്ട്രിയുടെ നൈതിക ഭാവങ്ങൾ അതിലുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ കെമിസ്ട്രി പഠിപ്പിച്ചതും ഇതിൽ വളരെ ഉപകാരപ്രദമായി. ഇക്കണോമിക്സും കെമിസ്ട്രിയും ബ്ലെൻഡ് ചെയ്യണം, പെർഫെക്റ്റ് ബ്ലെൻഡാണ്. ഓക്കെ മാഷെ, ഞാനൊരു കാര്യം കൂടി, മാഷെ ഈ മാഷിൻ്റെ സിംപ്ലിസിറ്റിയെ കുറിച്ച് ഇപ്പോൾ ഓവറായിട്ടൊരു ഹൈപ്പ് വരുന്നു, അത് ചിലപ്പോൾ മാഷ് ദോഷം ചെയ്തിട്ട് ഞാനൊരു നിരീക്ഷണം നടത്തിയതായിട്ടു. അപ്പോൾ മാഷ് ഈ മൊബൈൽ ഫോൺ മാറ്റണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്, മാഷ് സഹകരിക്കും? കാരണം ഞാൻ പോയപ്പോൾ ഒരു പ്രേക്ഷകൻ എൻ്റെ അടുത്ത് പറഞ്ഞെന്താ അറിയില്ല, മാഷ് ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു തടസ്സം വരാൻ സാധ്യതയുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ചാലക്കുടി അതിരപ്പള്ളി മേഖലയിലൊക്കെ ഒരു കാട്ടാന ഇറങ്ങി പെട്ടെന്നൊരു ദൃശ്യം ഇട്ട് തന്നെ അതിനകത്ത് തെളിയില്ലല്ലോ. അപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ വേണം MP ആയിരിക്കുമ്പോൾ. ഈ ഞാൻ ഉപയോഗിക്കുന്നതും വേണ്ടേ? അല്ല, ശരിയായ ഒരു കാര്യമല്ലേ, അതൊരു ന്യായമായ ആവശ്യമില്ല. സൈക്കിൾ ഉപേക്ഷിക്കണ്ട, ശരി തന്നെയാണ് അല്ലേ? അപ്പൊ ഈ ഫോൺ ഉപേക്ഷിക്കണം, എന്നിട്ട് ഉപേക്ഷിക്കാൻ പറയുന്നത് കയ്യിലിരുന്നോട്ടെ, പക്ഷെ MP ആയി കഴിഞ്ഞാൽ ഒരു സ്മാർട്ട് ഫോൺ മാഷ് കൈകാര്യം. പക്ഷെ അതർവൈസ് മോഡേൺ ആയതുകൊണ്ട്, വ്യൂവിലും അല്ലെങ്കിൽ എല്ലാത്തിലും മോഡേൺ പ്രോഗ്രസീവ് ആയതുകൊണ്ട് ഇത് ഒറ്റടിക്കുള്ള പ്രതിബന്ധമല്ല, പക്ഷെ മാറ്റേണ്ടതല്ലേ? ശരിയാണ്, കണ്ടോ. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു 5 കൊല്ലം ഇത് തന്നെ. പക്ഷെ ഇനിയിപ്പോ മാഷ് MP ആയിരിക്കുമ്പോൾ മാഷിന് കോളുകൾ വന്നു തുടങ്ങുന്ന മാത്രം ദൃശ്യങ്ങൾ വന്നു തുടങ്ങും പലതരത്തിൽ. ടാബൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മാഷ്, ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അറിയാം മാഷിന്, എനിക്കറിയാം. പക്ഷെ എന്റെ സ്ഥിരമായി എന്റെ കൂടെയുള്ള ഈ ഫോൺ വർഷങ്ങളായിട്ടുള്ള ഫോണാണ്, അത് മാറ്റണം എന്നുള്ള ഒരു പ്രലോഭനമാണ്.
അതൊരു തരത്തിലുള്ള പ്രലോഭനം. പ്രലോഭനമാണ്. അങ്ങനെ പ്രലോഭനം നിലപാടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണത്. ആണോ? നിലപാടിലാണ്. സംശയമില്ല. പെട്ടെന്നൊരു വാർത്ത ഇങ്ങനെ അയച്ചു കൊടുക്കും. ഇപ്പൊ വാട്സപ്പിലൊക്കെ ഇതിനകത്ത് വാട്സപ്പില്ലല്ലോ. വാട്സപ്പില്ല. അപ്പൊ വാട്സപ്പ് വരും. വാട്സപ്പ് കണക്ട് വേണ്ടേ? അദ്ദേഹത്തിന്റെ ഡ്രൈവറാണ് നിൽക്കണേ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ സകല സാധനം ഉണ്ട്. ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താ പോരെ. അതൊരു ഉമ്മൻചാണ്ടി ശൈലിയാ. അല്ല അല്ലേ? ഉമ്മൻചാണ്ടിയുടെ ശൈലി ഇവേസീവ് ആണ്. ഇവേസീവ് ആണ്. ഡയറക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവേഷനാണ്. അതെ. ഇതല്ല. അതെ. ആ പ്രലോഭനത്തിൽ വീഴത്തില്ല. നമ്മളൊന്ന് പ്രലോഭിപ്പിച്ച് നോക്കിയതാ. ഇതൊന്നും വീണില്ല. ഇല്ല പ്രലോഭനത്തിൽ ഒരു പ്രലോഭനത്തിൽ കമ്മ്യൂണിസ്റ്റ് നൈതികതയാണ് അത്. നമുക്ക് പ്രലോഭനത്തിൽ വീഴില്ല. നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമുക്കൊരു അപ്പൊ പൊളിറ്റിക്കൽ. പ്രേക്ഷകർ തെറ്റിദ്ധരിക്കേണ്ട. ഈ ഫോണേ ഉള്ളൂവെങ്കിൽ ടാബ് നന്നായിട്ട് മാഷ് ഉപയോഗിക്കും. മാഷ് ഈ IC ഇതിന്റെ കംപ്ലീറ്റ് തിയറിയൊക്കെ എനിക്കറിയാം. ഇത് എങ്ങനെയാണ് എന്നുള്ളതും അത് എന്താ വരുന്നത് എന്നും എങ്ങനെ ഇതിനെ ഇപ്പോൾ പലരും ഉപയോഗിക്കുന്നതിനേക്കാൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട സംവിധാനം എന്താണെന്ന് പോലും ഞങ്ങളുടെ അച്യുശങ്കർ സാറുണ്ടായിരുന്നു കാര്യവട്ടത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു. ഏറെ കാലം വേണ്ടി ഇതേപോലെ ഒരു വാശി പിടിച്ചു. അതായത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒടുവിൽ ഉപയോഗിക്കേണ്ടി വന്നു. ഞങ്ങൾ ഉപയോഗിപ്പിച്ചു. അപ്പോൾ എങ്കിലും അപ്പോൾ വളരെ നല്ല ചൂടുണ്ട് മൊത്തത്തിൽ അല്ലേ? അന്തരീക്ഷം വളരെ ചൂടുള്ളതാണ്. തെരഞ്ഞെടുപ്പും രണ്ടും കൂടി ആയപ്പോൾ നല്ല ആദ്യഘട്ടത്തിൽ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഫസ്റ്റ് ഫേസിൽ ഇലക്ഷൻ നടന്നാൽ അത്രയും ആശ്വാസം അല്ലേ? അപ്പോൾ മാഷേ എല്ലാം ഉഷാറായി നടക്കട്ടെ. മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഈ മണ്ഡലം സ്പെസിഫിക് ആയിട്ട് മാഷിന് പറയാനുള്ളതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ മാഷ് വിജയിച്ചു വന്നാൽ വിജയിച്ചു വരും, സംശയമില്ല. എനിക്കത് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. എവിടെ വിജയിച്ചു വന്നാൽ ഈ മണ്ഡലത്തിൻ്റെ പല പ്രത്യേകതകളുണ്ട്. ഒരു പ്രത്യേകത കടൽ, ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് തമിഴ്നാടുമായിട്ടുള്ള മല, ഇങ്ങനത്തെ ക്രോസ് ചെയ്ത് എടുക്കുന്നത്. ഇതിൻ്റെ കേന്ദ്രഭാഗത്ത് ഒരു സർവകലാശാലയുണ്ട്, കാലടി സർവകലാശാല. അപ്പോൾ ആ സർവകലാശാലയെ ബേസ് ചെയ്തിട്ട് വിദ്യാഭ്യാസ രംഗത്ത് ഒരു നവചാലക്കുടി എന്നുള്ള നവകേരളത്തിൻ്റെ അംശമായിട്ടുള്ളൊരു നവചാലക്കുടി എന്നുള്ള ഒരു സങ്കല്പം വികസിപ്പിക്കാൻ പറ്റിയ ആപ്റ്റ് പ്ലേസാണ്. ഇപ്പോൾ ഒരു വിജ്ഞാന സമൂഹം, ഇതാണ് നവകേരളം സ്വപ്നം കാണുന്ന ഒരു ആശയം. വിജ്ഞാന സമൂഹം, അതായത് നോളജ് ഇക്കോണമി അറിയാം. നോളജ് ഇക്കോണമിയിലേക്കുള്ള ഒരു യാത്രയുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്നതാണ് വൈജ്ഞാനിക സമൂഹം. ആ സമൂഹ സൃഷ്ടിക്ക് ആവശ്യമായ ഭൗതിക പശ്ചാത്തലം ഇവിടെ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ പ്രധാനമായിട്ട് ശ്രമിക്കുക. അത് മാത്രമല്ല സമഗ്രമായിട്ടുള്ള വികസനം. അത് മാത്രമല്ല വിദ്യാഭ്യാസം മാത്രമല്ല, ആരോഗ്യരംഗമുണ്ട്, പശ്ചാത്തല വികസനമുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ അതിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് തന്നെ പുതുക്കാട് ചെയ്തതുപോലെ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ജനകീയമായി എല്ലാവരും ഉൾപ്പെടുത്തുക. ഡീസെൻട്രലൈസേഷൻ എന്നുള്ള ആശയം ഉപയോഗിച്ചു. അതായത് മണ്ഡലത്തിൽ ഒരു ആസൂത്രണത്തോടു കൂടിയുള്ള നേതൃത്വമുണ്ട്. തീർച്ചയായും അല്ലേ? അതാണ് മാഷ് പറയാൻ പോകുന്നത്. മാത്രമല്ല ചാലക്കുടിക്ക് പഴയ ബുദ്ധവിഹാര കേന്ദ്രമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അല്ലെ ശാല അല്ലേ അത് എന്നാണ്. അപ്പോൾ അതുപോലെ ഇതൊരു ചാലക്കുടി ഒരു നവചാലക്കുടിയായിട്ട് മാറും. വൈജ്ഞാനിക ചാലക്കുടിയായിട്ട് മാറും. മാഷെ എല്ലാവിധ ആശംസകളും. അപ്പോൾ ഗംഭീരമാവട്ടെ. ആരോഗ്യമൊക്കെ നോക്കണം. കാര്യം ഈ തെരഞ്ഞെടുപ്പ് നല്ല ചൂടാണ് എന്നുള്ളത്. ഈ നേരത്തെ പറഞ്ഞ ആ ഒരു കൺവെൻഷണൽ സ്റ്റൈൽ ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ വേറെ രഹസ്യമാണ്. ഇത്രയും പ്രായമായി എന്ന് തോന്നാത്ത വിധത്തിൽ നമ്മളൊക്കെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ചെറിയൊരു അസൂയയില്ലേ? ശരിയായിട്ടോ. മാഷിനെ കണ്ടപ്പെട്ടത് ശരിക്കും ഡൈയല്ലേ മാഷി? അത് പറഞ്ഞു പറയലില്ല അല്ലേ? പക്ഷെ മാഷിന് ഇത് നല്ല ചേരുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും വെളുപ്പം ചേരും മാഷിന് അല്ലേ? ജന്മനാ താങ്ക് യു മാഷെ. താങ്ക് യു.